വടകരയിൽ ദേശീയപാതയുടെ സർവീസ് റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. ലിങ്ക് റോഡിന് സമീപം കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വഴിയിലാണ് കുഴി രൂപപ്പെട്ടത്. ഗതാഗതം തടസ്സപ്പെട്ടതോടെ റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. കമ്പനി അധികൃതർ കുഴി നികത്താൻ ശ്രമം തുടങ്ങി. നന്ദഗോപാൽ ചേരുന്ന വിശദാംശങ്ങളുമായി. നന്ദു, എപ്പോഴാണ് ഈ റോഡ് ഇങ്ങനെ തകർന്നത്? അത് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുകയാണോ? ജീന, ഇന്ന് വൈകിട്ട് 6 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു ഗർത്തം ഇവിടെ രൂപപ്പെട്ടത്. വടകര ദേശീയപാതയുടെ അപ്രോച്ച് റോഡ്, ഈ വടകര ലിങ്ക് റോഡിന് സമീപത്തുള്ള ഈ സർവീസ് റോഡിലാണ് ഇത്തരത്തിൽ ഒരു ഗർത്തം ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത്. കണ്ണൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന വഴിയിലാണ് വലിയ ഗർത്തം രൂപപ്പെട്ടത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അല്പം ആഴമുള്ള ഒരു ഗർത്തമാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ മൂരാട് പാലത്തിന് സമീപം ദേശീയപാതയിൽ ഒരു വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്ന് വലിയ ആശങ്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. നാട്ടുകാർ അവിടെ പ്രതിഷേധമൊക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടെയാണ് വീണ്ടും ഒരു സർവീസ് റോഡിൽ ഇത്തരത്തിലൊരു ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് വലിയ ആശങ്കയുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ വാഹന ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച നിലയിലാണ്. ഏതായാലും ദേശീയപാത അധികൃതർ ഇവിടെ എത്തി ഈ കുഴി അടയ്ക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നാട്ടുകാർ പറയുന്നത് വീണ്ടും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ കുഴി താൽക്കാലികമായി അടച്ചാൽ പോലും ഇത് ഒരു ശാശ്വത പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് വിഷയത്തിൽ എത്രയും പെട്ടെന്ന് കൃത്യമായ ഒരു പഠനം നടത്തി ഒരു പരിഹാരം കണ്ടെത്തണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. കൂരിയാടൊക്കെ സംഭവിച്ച അതേ അപകടം ഇവിടെയും സംഭവിക്കുമോ എന്നുള്ളത് ആശങ്കയാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. ശരി, നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.